രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതൃപ്തി പ്രകടമാക്കി ചാണ്ടിയുമ്മൻ. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്താത്തത് താൻ കുടുംബാംഗത്തെ പോലെ കാണുന്ന പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കൊണ്ടെന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞു. കുടുംബത്തിലെ അംഗം മത്സരിക്കുമ്പോൾ അവർക്കാണ് മുൻഗണന. പാലക്കാട് മത്സരം LDFും UDFും തമ്മിലെന്നും BJP ചിത്രത്തിലില്ലെന്നും ചാണ്ടിയുമ്മൻ പ്രതികരിച്ചു. KPC പ്രസിഡന്റ് പറഞ്ഞ പോലെ UDF LDF തമ്മിലാണ് മത്സരമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എൻ്റെ ഒരു നോട്ടത്തിൽ BJP പിക്ചറിലേ ഇല്ല. അതൊരു യാഥാർത്ഥ്യമായി നിൽക്കുന്നൊരു കാര്യമാണ്. കാരണം അവർ തമ്മിൽ തന്നെ മത്സരമായിട്ടിരിക്കുക. അവർ തമ്മിൽ തീർക്കട്ടെ ആദ്യം. എൻ്റെ കുടുംബത്തിലൊരാൾ മത്സരിക്കുമ്പോൾ ഞാൻ കരുതുന്നു എൻ്റെ കുടുംബത്തിലൊരാൾ മത്സരിക്കുമ്പോൾ അവർക്കാണ് പ്രയോറിറ്റി, യാതൊരു സംശയവുമില്ല. പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ കുടുംബത്തിൽ അംഗമായിട്ട് കരുതുന്ന നേതാവാണ് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ പ്രയോറിറ്റി എപ്പോഴും എന്നെ സംബന്ധിച്ച്, കാരണം എൻ്റെ കുടുംബത്തിൽ അംഗമായിട്ട് ഞാൻ കരുതുന്നുകൊണ്ട് എനിക്ക് പ്രയോറിറ്റി അതാണ്. നിങ്ങൾക്കറിയാം ബോംബെയിലും ഇലക്ഷൻ നടക്കുക. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഷെഡ്യൂൾ ചെയ്ത പരിപാടികൾ അവിടെയും ഏറ്റിട്ടുണ്ട്. അപ്പം അന്ന് നീട്ടിവെക്കുന്ന സാഹചര്യമില്ല. അപ്പം ഞാൻ നാളെ ബോംബെയിലെ ഷെഡ്യൂൾ ചെയ്ത പരിപാടികൾക്ക് പോകുന്നതായിരിക്കും. 2004 മുതൽ ഞാൻ ബോംബെയിലെ ഇലക്ഷനിൽ സജീവമായ പങ്കാളിത്തം വഹിക്കുന്ന ആളാണ്. ഞാൻ അന്ന് ഒരു കാര്യം പറഞ്ഞിരുന്നു, പാർട്ടി ഏത് തീരുമാനമെടുത്താലും അത് ഞാൻ അംഗീകരിക്കും. ഇപ്പം എന്നെ സ്ഥാനത്ത് നിന്ന് മാറ്റിയോ അതും അംഗീകരിക്കും. കാരണമില്ലയോ അത് പ്രശ്നമല്ല. നൃപൻ ചക്രവർത്തി വാർത്തയിൽ വിവരങ്ങൾ നൽകാനുണ്ട്. നൃപൻ, അതൃപ്തി പറയാതെ പറയുകയാണോ ചാണ്ടിയുമ്മൻ? രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിർത്തി തന്നെയാണോ വിമർശനങ്ങൾ? അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു തവണയാണ് ഇവിടെ പാലക്കാട് വന്നു പോയത്. അത് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വരുന്നു. അദ്ദേഹം തല കാണിച്ച് തിരിച്ചു മടങ്ങുന്നു. അതിനുശേഷം അദ്ദേഹം വയനാടാണ് ഉണ്ടായിരുന്നത്. ഇന്ന് വീണ്ടും അദ്ദേഹത്തെ KC വേണുഗോപാലും KPCCയും ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വീണ്ടും പാലക്കാട് എത്തിയത്. അതിനുള്ള കാരണമായിട്ടാണ് അദ്ദേഹം ഈ വാദങ്ങൾ നിരത്തുന്നത്. നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ഔട്ട്റീച്ച് സെല്ലിന്റെ ചെയർമാൻ പദവിയിൽ നിന്ന് ചാണ്ടിയുമ്മനെ മാറ്റിയിരുന്നു. അന്ന് അദ്ദേഹം അതൃപ്തി പ്രകടമാക്കിയതാണ്. ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയപ്പോൾ അന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം ഒപ്പം സഹകരിച്ചില്ല. ഒപ്പം പങ്കെടുക്കാതെ അദ്ദേഹം മാറിപ്പോയിരുന്നു. ഇതൊക്കെ തന്നെ അതൃപ്തി നേരത്തെ തന്നെ പ്രകടമാക്കിയതാണ്. ഈ ചാണ്ടിയുമ്മൻ ഇപ്പോൾ പറയുന്ന ന്യായം, വിചിത്രമായ വാദം എന്ന് പറയുന്നത്, പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതുകൊണ്ട് തന്റെ കുടുംബാംഗമാണ്, അംഗത്തെ പോലെയാണ് പ്രിയങ്ക ഗാന്ധി. തന്റെ പിതാവിന് ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള നേരിട്ട് ഇടപെട്ടയാളാണ് രാഹുൽ ഗാന്ധി. പ്രിയങ്ക ഗാന്ധി തന്റെ കുടുംബ അംഗമാണ്. അതുകൊണ്ട് കുടുംബാംഗം പങ്കെടുക്കുമ്പോൾ മുൻഗണന ഉറപ്പായും പ്രിയങ്ക ഗാന്ധിക്ക് തന്നെയായിരിക്കും. അത് എന്റെ വ്യക്തിപരമായ നിലപാടാണ്. അതുകൊണ്ടാണ് താൻ വയനാട് നിന്നത്. ഒപ്പം മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇന്ന് അദ്ദേഹം ഇവിടെ എത്തി തലകാണിച്ച് വീണ്ടും മടങ്ങുകയാണ്. നാളെ തന്നെ അദ്ദേഹം മുംബൈയിൽ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ട്, അങ്ങോട്ട് പോകുന്നു എന്നതാണ്. VD സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോക്കസിനെതിരെ വലിയ വികാരം എ വിഭാഗത്തിലെ പ്രബലമായ നേതാക്കൾക്കുണ്ട്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നവരെല്ലാം ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഉമ്മൻചാണ്ടിയുടെ ലെഗസി ഏറ്റെടുക്കുന്നതിൽ വലിയ അതൃപ്തി ചാണ്ടിയുമ്മ പല തലങ്ങളിലും പല സ്ഥലത്തും പ്രതിഷേധമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ മത്സരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നതിനോ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ ആത്മാർത്ഥമായി നിൽക്കുന്നതിനോ ഉള്ള വൈമനസ്യമുണ്ട്. ആ വൈമനസ്യം മുഴുവനുമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണത്തിൽ നിന്ന് നാം വായിച്ചെടുക്കേണ്ടത്. അതെ നൃപൻ, K സുധാകരനും VD സതീശനും നേതൃത്വത്തിലേക്ക് വന്ന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനുള്ള ഇടപെടലുകൾ അവർ നടത്തിയിരുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ LDFും UDFും തമ്മിലാണ് മത്സരം, BJP ചിത്രത്തിലേ ഇല്ല എന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞു വെക്കുമ്പോൾ UDFിനെതിരെ അങ്ങനെയല്ല, VD സതീശനെതിരെ തന്നെയുള്ളൊരു മുൾമുനയാണ് അതെന്ന് വിലയിരുത്തേണ്ടതുണ്ടല്ലോ. തീർച്ചയായും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ K മുരളീധരൻ ഈ പാലക്കാട് എത്തിയ ശേഷം അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത് മത്സരം LDFും UDFും തമ്മിലാണ്, BJP ഇവിടെ അപ്രസക്തമാണ് എന്നതാണ്. ചാണ്ടിയുമ്മനും അത് തന്നെ പറയുന്നു. കോൺഗ്രസിലെ ഭൂരിപക്ഷ നേതാക്കളും സരിൻ സ്ഥാനാർത്ഥിയായി എത്തിയ ശേഷം ആദ്യഘട്ടത്തിലെ ത്രികോണ മത്സരം സാധ്യമായി. ഇപ്പോൾ LDFും UDFും തമ്മിലുള്ള മത്സരത്തിലേക്ക് നേർക്കുനേർ പോരാട്ടത്തിലേക്ക് വന്നു എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ തന്നെയാണ് VD സതീശനും ഷാഫി പറമ്പിലും
പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കുട്ടത്തിന്റെ കോക്കസ് തങ്ങളും പ്രത്യേകിച്ച് UDF-ഉം BJP-യും തമ്മിലാണ് മത്സരമെന്ന് പറയുന്നത്. അത് തിരുത്തുന്നുണ്ട് ഇന്ന് ചാണ്ടി ഉമ്മനും. അത് തിരുത്തി തന്നെയാണ് വ്യക്തമായി പറയുന്നത്. അദ്ദേഹം ഒരു കാര്യം കൂടി കോട്ട് ചെയ്യുന്നുണ്ട്. അത് തന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമല്ല എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. KPCC അധ്യക്ഷൻ K. സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ് എന്ന്. ഒപ്പം തന്നെ BJP ഇവിടെ ചിത്രത്തിൽ പോലുമില്ല. BJP-യുടെ ആഭ്യന്തര കലഹങ്ങൾ കാരണം ഇവിടെ ചിത്രത്തിൽ പോലുമില്ല. അദ്ദേഹം ബുദ്ധിപൂർവ്വം അത് പറയുന്നതാണ്. കാരണം സരിൻ പാർട്ടി വിട്ട ശേഷം മുന്നോട്ട് വിടാനുള്ള സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട വഴിവെച്ചത് VD സതീശന്റെ ഏകാധിപത്യപരമായ സമീപനങ്ങളാണ്. ഇതിൽ വലിയ അതിർത്തി ഈ ചാണ്ടിയുമ്മനുണ്ട്. ഒപ്പം തന്നെ പാർട്ടി വിട്ടുപോയ ഷാനിബിനെ പോലെയുള്ള ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത അനുയായി, പാലക്കാട് അനുയായിയായിരുന്നു ഷാനിബ്. ആ ഷാനിബിനോടൊക്കെ തന്നെ വ്യക്തിപരമായി അത്രയേറെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് ചാണ്ടിയുമ്മൻ. ഈ കാര്യങ്ങളിലെല്ലാം ഉള്ള അതിർത്തി കൂടിയാണ് ഇപ്പോൾ ചാണ്ടിയുമ്മൻ പ്രകടമാക്കുന്നത്. അദ്ദേഹം ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ തന്നെ അവിടെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ മീഡിയ സെന്റിന്റെ ചുമതല വഹിച്ച ഒരാൾ കൂടിയായിരുന്നു സരിൻ. ആ സരിനാണ് ഇപ്പോൾ പാർട്ടി വിട്ടുപോയി മറുചേരിയിൽ നിൽക്കുന്നത്.